ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഈ നരകത്തിൽ കിടക്കുന്ന ആത്മാക്കൾ മുഴുവൻ കൊലപാതകവും വ്യഭിചാരവും ചെയ്തവരാൻ നിങ്ങൾ വിചാരിക്കരുത്. ഈ കുറ്റം പറഞ്ഞതും പരിഹാസം പറഞ്ഞതും ദുഷിച്ചതും എല്ലാം സ്വർഗത്തിൽ ഉണ്ടാവത്തില്ല. അത്രയും ഗൗരവമുള്ള പാപമാണ്. അത്രയും അത് സ്നേഹത്തിനെതിരായ പാപമാണ്. അപ്പൊ പാപം ചെയ്യുമ്പോൾ പക്ഷെ എന്നാലും ഒരു കുറ്റം പറയുമ്പോൾ ഒരു സന്തോഷം. പാപത്തിന് മരിച്ചോ? അപ്പം പാപത്തിന്റെ സന്തോഷം ഇപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാപം അതിനേക്കാൾ എനിക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അതായത് ഒരാൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ആത്മാവ് നശിക്കുകയാണ്, ഞാൻ അഭിഷേകത്തിൽ നിന്ന് താഴെ പോവാണ്, ഞാൻ പ്രാർത്ഥിച്ചുണ്ടാക്കി കൃപയെല്ലാം പോവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെയും കുറ്റം പറയുകയാണെങ്കിൽ ആ ആളുടെ വലിപ്പം, ആ ആൾക്ക് വലുതെന്താ? ദൈവമാണോ പാപമാണോ? പാപം. അങ്ങനെ ഒരാളിൽ എങ്ങനെ കൃപ വളരും? ഒരാൾ അബദ്ധത്തിൽ വീണുപോകുന്ന കാര്യമല്ല ഞാൻ പറയുന്നേ. അതായത് മനസ്സിലാവുകയാണ് എന്താണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്റെ ആത്മാവ്, എന്റെ കൃപ എല്ലാം പോവും. കഷ്ടപ്പെട്ട് ഒരു വശത്ത് പ്രാർത്ഥിച്ചു കുറെ ഉണ്ടാക്കിയെടുക്കും. എന്നിട്ട് വൈകുന്നേരം ദേഷ്യപ്പെട്ടും വയലന്റായും കുറ്റം പറഞ്ഞും അസൂയപ്പെട്ടും ഉള്ളതെല്ലാം കൊണ്ട് കളയും. ഞാൻ മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മള് ഈ ഇന്ത്യ മുഴുവൻ മാനസാന്തരപ്പെടുത്തേണ്ട അഭിഷേകം നമ്മളിൽ ഓൾറെഡി